ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ നമ്മളുടെ റൈസ് റെസിപ്പി വീക്കിലെ സെക്കൻഡ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഏതാ റെസിപ്പി എന്ന് അറിയണ്ടേ? പുതിന റൈസ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് കേട്ടോ അത്. നമുക്ക് വേഗം നോക്കിയിട്ട് വരാം എങ്ങനെ ഇത് തയ്യാറാക്കാമെന്നുള്ളത്. ഇതിനായിട്ട് ഞാൻ ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 3-4 പച്ചമുളകും, പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. വല്ലാണ്ട് പേസ്റ്റായിട്ടൊന്നും അരയണ്ട കേട്ടോ. വേണമെങ്കിൽ പുതിനയില ഇതിലും കൂടുതൽ എടുക്കാം. എൻ്റെ വീട്ടിൽ അത്രയ്ക്കാണ് ഇഷ്ടാവില്ല, ഭയങ്കരമായിട്ട് ആ ഇലയുടെ ഒരു സ്മെല്ല് വരില്ലേ അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ എന്തായാലും ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കടുക്, ജീരകം, ഉലുവ, അതുപോലെ തന്നെ കുറച്ച് കടലപ്പരിപ്പും കൂടി ചേർക്കാം. കടലപ്പരിപ്പോ പൊട്ടുകടലോ ഏതായാലും ചേർത്താൽ മതി. ഇനി അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് എണ്ണ തെളിയണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ്, ഇത് ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതെന്നിട്ട് വേവിച്ച് വെള്ളം കൂറ്റി കളഞ്ഞ് വെച്ചതാണ്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുതിന റൈസ് റെഡിയായി. ഒരൊറ്റ റൈസ് റെസിപ്പിയും ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കി തീരുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, കാണുന്ന പോലെയൊന്നുമല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുതിന കൂടുതൽ എടുക്കാമെന്ന് വെച്ചാൽ എടുക്കാം. അങ്ങനെയാകുമ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രീൻ കളർ കിട്ടും, നല്ല ഭംഗിയുള്ളത്. ഇത് ഞാൻ വളരെ കുറച്ചെടുത്ത കാരണമാണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സീൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.